തീർച്ചയായിട്ടും നല്ല സന്തോഷത്തിലാണ്. 7 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു അതിൽ ഞങ്ങൾ മുത്തി നേടിയ ദിവസം ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമാണ്. ഞങ്ങൾ എല്ലാ പെരുന്നാൾ പോലും ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കലില്ല. അന്നപ്പോ ഇതിനകത്തൊക്കെ വരില്ല ഞങ്ങള് ഓരോ സമരവുമായിട്ട്. ഇന്ന് ഞങ്ങൾ നല്ല ആഹ്ലാദത്തിലാണ് ഞങ്ങൾ കൂട്ടിയെ കൊണ്ട്. ഇനി ഇത് ഞങ്ങൾ കൂട്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി മുതലേ അവിടെ പടക്കം പൊട്ടിച്ചും മറ്റൊക്കെ ആഘോഷം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആഘോഷമാണ്. ഞങ്ങൾ പെരുന്നാളും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം അതാണ് സന്തോഷം. ഞങ്ങൾക്ക് അതിമറന്ന സന്തോഷം. ഞങ്ങൾക്ക് അത്ര 7 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടില്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. നല്ല വെള്ളം നല്ല വായു ഒക്കെ കിട്ടും എന്നുള്ളതിന് ഏറ്റവും സന്തോഷം. ഏറ്റവും സന്തോഷം. ഭക്ഷണമൊന്നും ഇല്ലേ വേണ്ടിയില്ല, വെള്ളവും വായു കിട്ടുമല്ലേ ഞങ്ങൾക്ക്, അത് മതി. സന്തോഷമുണ്ട്. നിഷാദ്, എന്തായാലും സ്വസ്ഥമായിട്ട് തങ്ങൾക്ക് ഇനി അവിടെ കഴിയാം, അതിനുള്ള ഒരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ സന്തോഷമാണ് എന്ന് തന്നെയാണ് ഈ വീട്ടമ്മമാരൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ സമരസമിതി നേതാക്കൾ ഒക്കെ ഇവിടെയുണ്ട്. ബാബു കുടിക്കൽ അതുപോലെ തന്നെ മറ്റു നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പോ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഒന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം കൂടി കാഴ്ചവെക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം കട്ടിപ്പാറ പഞ്ചായത്തിലെ ഒരു മത്സ്യക്കുഞ്ഞിന് പോലും ഇതിനെക്കൊണ്ട് ഒരു ദോഷമില്ല. കാരണം കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാലിന്യ ഫാക്ടറിയാണ് ഫ്രഷ് കട്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കട്ടിപ്പാറത്തെ സെക്രട്ടറി അയാൾ ഇവർക്ക് സന്തോഷത്തിലാണ് മനുഷ്യരില്ലേ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരം തന്നെയാണിത്. മറ്റ് നമ്മൾ പല തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കാണലുണ്ട്. ശമ്പളം കൂട്ടിത്തരാന്, ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ, ജോലി കിട്ടാത്തതിന്റെ പേരിൽ, അങ്ങനെ പല തരത്തിൽ പല വിധത്തിലുള്ള സമരങ്ങൾ നമ്മൾ കാണലുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം ജീവന് വേണ്ടിയിട്ട്, അതായത് ശുദ്ധമായിട്ടുള്ളൊരു വായു ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം. അത് കിട്ടിയതിന്റെ ഒരു ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അവരാ സംസാരത്തിലൊക്കെ നോക്കി നിങ്ങൾ എന്തൊരു ക്രൂരതാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ ഇവരോടൊക്കെ ചെയ്തത് അല്ലേ. ഇത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നല്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാ പാർട്ടിക്കാർക്കും ശ്വാസം ഒരുപോലെ തന്നെയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇത് അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ശരിയാക്കി കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നു സർക്കാരിന്. പറ്റാത്ത കാര്യം ഒന്നല്ലായിരുന്നു അല്ലേ. എന്നിട്ട് ഇത്രയും കാലം 6 വർഷത്തോളം ഈ പാവങ്ങളെ നരകിപ്പിച്ച് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊന്ന്, ഇതൊക്കെ രാഷ്ട്രീയം മാറ്റി വെച്ചു എന്ന് സംസാരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കി.